കേരളത്തിന്റെ അംബാസഡർമാരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നഴ്സുമാരെ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്കാരത്തെ എത്രയോ രാജ്യങ്ങളിലേക്ക് പറിച്ചു നട്ട് ഒരു സാംസ്കാരിക വിനിമയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമായിട്ടാണ് നമ്മുടെ നഴ്സിംഗ് സമൂഹം പ്രവർത്തിക്കുന്നത് തന്നെ. നമ്മുടെയൊക്കെ സമൂഹത്തിലെ ഒരാളുടെ ജീവിതം രക്ഷപ്പെടുത്തുന്ന ആള് ഒരു ഹീറോയാണ്, ഒരു നായകനാണ്. പക്ഷെ നൂറുകണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഈ വേദിയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചടങ്ങിന്റെ പ്രത്യേകത. ഏവരും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ജീവൻ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു നഴ്സിന്റെ കരങ്ങളിലാണ്. ആദ്യത്തെ ശ്വാസം നിങ്ങൾക്കാണ് കിട്ടുന്നത്, അതുപോലെ അവസാനത്തെ ശ്വാസവും ഒരുപക്ഷെ നിങ്ങൾക്കാണ് കിട്ടുന്നത്. എന്നെ ഈ പരിപാടിക്ക് വിളിച്ചത് ഒരു മാസം മുമ്പാണ്. അപ്പോൾ അവരിൽ ചിലർ എന്നോട് പറഞ്ഞു, സാറേ, സാധാരണഗതിയിൽ ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയോ ആരോഗ്യമന്ത്രിയോ ഒക്കെയാണ്, പക്ഷെ ഇക്കുറി ഞങ്ങൾക്ക് സാറ് തന്നെ വേണം. അപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇവർക്ക് ഇത്രത്തോളം ദീർഘവീക്ഷണമുണ്ട് എന്നുള്ള കാര്യം. നമ്മുടെ സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിസഭയോ മന്ത്രിമാരോ ഉണ്ടാകില്ല എന്നുള്ളത് ഇതിന് സംഘാടകർ എത്ര കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. ഹമീദാണോ അതിന് പിന്നിൽ? അപ്പോൾ അത്രത്തോളം കണിശതയോടുകൂടി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന സംഘാടകരാണ് ഈ ഒരു പരിപാടിയുടെ പിന്നിലുള്ളതെന്നുള്ളത് എനിക്ക് ബോധ്യമായി. നഴ്സസ് ദിനാഘോഷത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്തുകൊണ്ടും എനിക്ക് അഭിമാനം പകരുന്ന ഒരു കാര്യമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാൻ വെറുതെ പറയണല്ല കേട്ടാ. എന്താ കാരണം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ദുരന്തപൂർവമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ദീപ്തമാക്കുന്നത് ഒരു നഴ്സിന്റെ സാന്നിധ്യമാണ്. യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറെ കാണുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് ഒരു നഴ്സിനെ കാണുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ആരോഗ്യ മേഖലയുടെ സമസ്ത തലങ്ങളും തൊട്ടറിഞ്ഞവരാണ്, അനുഭവിക്കുന്നവരാണ്. ഇതൊരു തൊഴിലായിട്ട് ആരും കാണുന്നില്ല. ഞാൻ ഈ നേഴ്സ് എന്ന് പറയുന്ന ഒരു ജോലിയാണ്, ഒരു പ്രൊഫഷനാണ്, തൊഴിലാണ് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇതൊരു സബരിയാണ്, ഒരു ദൗത്യമാണ്, ഒരു മിഷനാണ്. ഞാൻ ഉത്തരേന്ത്യയിൽ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. 90കളിലൊക്കെ അന്ന് ഉത്തർപ്രദേശിന്റെയും ബീഹാറിന്റെയും ഒക്കെ ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്നത് അവിടെയുള്ള ആശുപത്രികളിൽ 2 or 3 മലയാളി നഴ്സുമാരുണ്ടാവും. അന്നത്തെ കാലത്ത് ഉത്തരേന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ഈ നഴ്സിംഗിലേക്ക് വരാൻ മടിച്ചിരുന്ന സമയത്ത് അവിടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെയൊക്കെ സചേതനമാക്കിക്കൊണ്ടിരുന്നത് മലയാളി നഴ്സുമാർ. പിന്നീട് വിദേശത്ത് പോകാൻ തുടങ്ങിയപ്പോൾ ഏത് വിദേശ രാജ്യത്ത് പോയാലും കേരളത്തിന്റെ അംബാസഡർമാരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നഴ്സുമാർ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്കാരത്തെ എത്രയോ രാജ്യങ്ങളിലേക്ക് പറിച്ചു നട്ട് ഒരു സാംസ്കാരിക വിനിമയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമായിട്ടാണ് നമ്മുടെ നഴ്സിംഗ് സമൂഹം പ്രവർത്തിക്കുന്നത് തന്നെ. നമ്മുടെയൊക്കെ സമൂഹത്തിലെ ഒരാളുടെ ജീവിതം രക്ഷപ്പെടുത്തുന്ന ആള് ഒരു ഹീറോയാണ്, ഒരു നായകനാണ്. പക്ഷെ നൂറുകണക്കിന് ആൾക്കാരുടെ ജീവൻ രക്ഷപ്പെടുത്തുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഈ വേദിയിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചടങ്ങിന്റെ പ്രത്യേകത. ഏവരും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു ജീവൻ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു നഴ്സിന്റെ കരങ്ങളിലാണ്. ആദ്യത്തെ ശ്വാസം നിങ്ങൾക്കാണ് കിട്ടുന്നത്, അതുപോലെ അവസാനത്തെ ശ്വാസവും ഒരുപക്ഷെ നിങ്ങൾക്കാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയെ
ഒരു ദൈവികമായ ഒരു മേഖലയായി, ദിവ്യമായ ഒരു മേഖലയായി ആൾക്കാർ കാണുന്നത്. ഇതിന്റെ സംഘാടകര് എന്നെ വിളിക്കാൻ വന്നപ്പോൾ ഈ മേഖല അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചൊക്കെ എന്നെ ധരിപ്പിച്ചു. ഒരുപക്ഷെ ഇവരെക്കാൾ കൂടുതൽ ഇപ്പം ഞാൻ ബോധവാനാണ്. എന്നെ കാരണം 2-3 ദിവസമായിട്ട് ഞാൻ അതിലടുപ്പം. എന്നെ കാരണം എന്ന് വെച്ചാൽ ഇവരെന്റെ മസ്തിഷ്കത്തിൽ കുത്തിവെച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ എന്നെ ഇപ്പം മതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശോഭയാർന്ന ഒരു പ്രതലം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യ മേഖലയാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതിന്റെ കാരണവും നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. സാമൂഹ്യ സൂചകങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ കൊച്ചു കേരളം ലോകത്തിന് മാതൃകയാണെന്ന് പറയുമ്പോൾ അത്തരമൊരു മാതൃകയാകാൻ കേരളത്തെ സഹായിച്ചത് ആരോഗ്യരംഗത്തുള്ള കേരളത്തിന്റെ നേട്ടങ്ങളാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിന്റെ ഒരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിന് എന്തിനാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കേണ്ടി വരുന്നത്? വൈ ഷുഡ് വി ലേൺ ഫ്രം അതർ സ്റ്റേറ്റ്സ്? ഒരുപക്ഷെ കേരളത്തിന്റെ ആരോഗ്യ സൂചകങ്ങൾ മാത്രം എടുത്തു വെച്ചാൽ ആ സംസ്ഥാനങ്ങളൊക്കെ 4-5 പതിറ്റാണ്ട് കേരളത്തിൽ നിന്ന് പിന്നിലാണ്. ഇപ്പൊ ശിശുമരണ നിരക്കിനെ കുറിച്ച് ഒരുപക്ഷെ ഏവരും ചർച്ച ചെയ്യുന്നത്. 1000 കുഞ്ഞുങ്ങൾ ജനിച്ച് 1 വർഷത്തോളം ജീവിക്കുമ്പോൾ അവരുടെ മരണനിരക്ക് കേരളത്തിൽ 5ആണ്. അമേരിക്കയിൽ അത് 5.6. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഉത്തർപ്രദേശിൽ അത് 37. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 25. അതേസമയം കേരളത്തിൽ അത് 5 മാത്രമാണ്. അതുപോലെ തന്നെ മാതൃമരണ നിരക്ക് അത് 1 ലക്ഷത്തിലാണ് കണക്ക് കൂട്ടുന്നത്. കോവിഡിനൊക്കെ മുമ്പ് നമുക്ക് 18 മാത്രമായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അത് 150-ഉം 160-ഉം ഒക്കെയാണ്. അപ്പോൾ ഏത് മേഖല എടുത്താലും, ആരോഗ്യരംഗത്തിന്റെ ഏത് മേഖല നമ്മൾ അപഗ്രഥിക്കാനെടുത്താലും അവിടെയൊക്കെ നേട്ടങ്ങൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ആ നേട്ടങ്ങളുടെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണെന്നുള്ള കാര്യം എനിക്ക് പറയുന്നതിൽ അഭിമാനമുണ്ട്. ഇപ്പൊ കേരളത്തില് കോവിഡ് വന്നു, നിപ്പ വന്നു, പ്രളയം വന്നു. ഈ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിയുന്നത് നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരുമാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ദീപ്തമാർന്ന ഒരു സാമൂഹ്യ വഴിത്താര സൃഷ്ടിക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം വഴിവെക്കുന്നുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു അഗ്നിബാധ ഉണ്ടായപ്പോൾ നേതൃപരമായ രീതിയിൽ പ്രവർത്തിച്ച ആളെ ഇവിടെ ബഹുമാനിച്ചല്ലേ? ആരാണത്? എല്ലാവരും ഉണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു ക്രൈസിസ് വന്നപ്പോൾ ആ ക്രൈസിസിനെ നേരിടാൻ വേണ്ടി അത് തങ്ങളുടെ ജോലിയാണെന്ന് അല്ലെങ്കിൽ തങ്ങളുടെ മേഖലയല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവിടുന്ന് മാറുന്നില്ല. ആരൊക്കെ അവര് നോക്കട്ടെ, ഇവിടെ ഉണ്ടാ? ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു കൊടുത്തവർക്ക്. അതെ, എന്തൊരു സന്തോഷം. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് വേണേ പറയായിരുന്നു, ഇതൊന്നും ഞങ്ങളുടെ ജോലിയല്ല, അത് വേണമെങ്കിൽ ഫയർഫോഴ്സുകാർ വന്നോട്ടെ, സെക്യൂരിറ്റിക്കാർ വന്നോട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ അതും ഞങ്ങളുടെ ജോലിയാണ് എന്ന് പറഞ്ഞ് ആ മേഖലയിൽ സംഭാവന ചെയ്ത ആൾക്കാരാണ് ഇവിടെയുള്ള ആൾക്കാർ. ഇപ്പൊ കൽക്കട്ടയില് 2 മലയാളി നഴ്സുമാര്, രമ്യ, വിനീത, അവിടുത്തെ നവജാത ശിശു വാർഡില് അഗ്നിബാധ ഉണ്ടായപ്പോൾ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ രക്ഷപ്പെടുത്തിയപ്പോൾ അവർ ആ പുക ശ്വസിച്ച് മരിച്ചു. സ്വന്തം ജീവൻ ത്യജിച്ചിട്ടാണ് ആ കുഞ്ഞുങ്ങളുടെ ജീവൻ ആ 2 മലയാളി നഴ്സുമാരെ രക്ഷപ്പെടുത്തി. ഇപ്പൊ നിപ്പയുടെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഏവരും ആദരിച്ച, അംഗീകരിച്ച ഒരു ജീവനുണ്ട്, ലിനി എന്ന് പറയുന്ന നഴ്സ്. മരണത്തിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തന്റെ ദൗത്യം നിർവഹിച്ച ഒരു ധീര വനിത. അങ്ങനെ ഒരുപാട് സുവർണ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന ഒരു സമൂഹമാണ് നഴ്സിംഗ് സമൂഹം എന്ന് പറയുന്നത്. ഇത്രയൊക്കെ നമ്മൾ
ഈ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഈ രംഗം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് കൂടി പറയണം. ഇന്ന് കേരളത്തിലെ 50%, 52% ആൾക്കാർ പൊതു ആരോഗ്യ രംഗത്തെയാണ് ആശ്രയിക്കുന്നത്. പക്ഷെ ആ പൊതു ആരോഗ്യ രംഗത്ത് അതിന് മതിയായ രൂപത്തിലുള്ള മനുഷ്യശേഷി ഉണ്ടോ എന്നുള്ളത് നമ്മുടെയൊക്കെ അലട്ടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് 4000-ഓളം തസ്തികകൾ ഈ രംഗത്ത് തുടങ്ങി. പക്ഷെ അതൊന്നും മതിയാകുന്നില്ല. രോഗി നേഴ്സ് അനുപാതം എങ്ങനെയായിരിക്കും? ഇപ്പൊ ദേശീയ തലത്തിൽ തന്നെ ആരംഭിച്ച ചില പദ്ധതികൾ അത് ഈ മേഖലയോട് നീതി പുലർത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. പാർലമെന്റിലൊക്കെ പലപ്പോഴും ഞങ്ങളെ പോലുള്ള എംപിമാർ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നത് ഈ NHM പോലുള്ള ദേശീയ ആരോഗ്യ മിഷൻ പോലുള്ള പദ്ധതികളിൽ കേരളത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടാത്തതിനെ കുറിച്ചാണ്. കോടാനുകോടി രൂപ നമുക്ക് കിട്ടേണ്ട പണം കിട്ടുന്നില്ല. അതുപോലെ മറ്റു പദ്ധതികൾ പണ്ടൊക്കെ 50% ആയിരുന്നു അനുപാതമെങ്കിൽ ഇന്ന് 70% ഒരു സംസ്ഥാന ഗവൺമെന്റ് എടുക്കണം. 30% മാത്രമേ കേന്ദ്ര സർക്കാർ തരുള്ളൂ. ആ വിഹിതം പോലും നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ കാണുന്നത് ഈ രംഗത്ത് താൽക്കാലിക ജീവനക്കാരുടെ നഴ്സസിന്റെയൊക്കെ സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പൊതു ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥിരം നഴ്സുമാർക്ക് തന്നെ യഥാർത്ഥത്തിൽ കുറേയും കൂടി അംഗീകാരം കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ്. നിങ്ങൾക്ക് പ്രൊമോഷനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. വിദേശ രാജ്യങ്ങളിലൊക്കെ നഴ്സിംഗ് പ്രാക്ടീഷണേഴ്സ് എന്നുള്ള തസ്തികകളുണ്ട്. പാശ്ചാത്യ ലോകത്തൊക്കെ ഒരു ഡോക്ടർ ചെയ്യേണ്ട ജോലികൾ നിർവഹിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ശേഷിയുള്ള സമർപ്പിത ബോധമുള്ളവരാണ് നിങ്ങൾ. പക്ഷേ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ നഴ്സിംഗ് സമൂഹത്തെ പ്രതിഷ്ഠിക്കാൻ പലപ്പോഴും നമ്മൾ വൈമുഖ്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഈ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളൊന്നും. 2 താൽക്കാലിക ജീവനക്കാർക്ക് കിട്ടുന്ന തുക വളരെ തുച്ഛമാണ്. ഒരുപക്ഷെ സ്ഥിരം നഴ്സുമാർ ചെയ്യുന്ന, ആരോഗ്യ പ്രവർത്തകർ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് അവർ ചെയ്യുന്നതെങ്കിൽ പോലും അവർക്ക് ലഭിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് 13,000 20,000 രൂപ മാത്രമാണ്. നമ്മുടെ സ്വകാര്യ ആശുപത്രികളൊക്കെ തഴച്ചു വളരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ലഭിക്കുന്ന വേതനം എത്രയാണെന്നുള്ള ഒരു ചോദ്യം നമ്മളെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു സമഗ്രമായ ആരോഗ്യ നയത്തിലൂടെ നമ്മുടെ നഴ്സിംഗ് സമൂഹത്തിന് ലഭിക്കേണ്ട അംഗീകാരങ്ങളും അവകാശങ്ങളും ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ കേരളം ഈ മേഖലയിൽ സിദ്ധിച്ച നേട്ടങ്ങളെ കുറേയും കൂടി ചേർത്ത് നിർത്താനും പരിപോഷിപ്പിക്കാനുമുള്ള കൃത്യമായ ദൃഢതയാർന്ന നിലപാടുകളും നയങ്ങളും ഉണ്ടാകട്ടെ. ഈ രംഗത്ത് ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാൻ കേരളത്തിന് കഴിയും. കേരളത്തിന്റെ സാമൂഹ്യ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലാണ് നിങ്ങൾ ഓരോരുത്തരും. ഇവിടെ ആദരിക്കപ്പെട്ടവർക്ക് എൻ്റെ അഭിനന്ദനവും ആശംസകളും നേരുന്നു. ഇനിയും ഇതുപോലുള്ള ദിനാഘോഷങ്ങളിൽ കൂടുതൽ ആൾക്കാർ ആദരിക്കപ്പെടട്ടെ, ബഹുമതിക്ക് പാത്രമാകട്ടെ. ഈ മേഖലയിലെ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു സമഗ്ര നയം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനത്തെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.